Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി മാത്രമല്ല അതിൻ്റെ ഡെക്കറേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഓവനിലൊന്നുമല്ല, സാധാരണ ഒരു പാത്രത്തിൽ സ്റ്റൗ ടോപ്പിലാണ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് പാല് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റാണ്. ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കേക്കിലേക്ക് ചേർക്കുന്ന പാലാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള പാലുകൊണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബൂസ്റ്റിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയതിന് ശേഷം അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ബൂസ്റ്റ് നന്നായിട്ടൊന്ന് കലങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇളം ചൂടുള്ള പാലെടുക്കുന്നത്. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം പിന്നെ ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും എല്ലാ പൗഡറും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആവണം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അരിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള 2 ബൗൾ എടുക്കാം. അതിൽ 3 എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി, നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നത് മാത്രം. അപ്പോൾ മഞ്ഞ വെള്ളയും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞയുടെ ഒരു അംശം പോലും വെള്ളയിലേക്ക് മിക്സ് ആവാതെ നോക്കണം കേട്ടോ. അങ്ങനെ മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എഗ്ഗിൻ്റെ വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് കുറച്ചായിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വൈറ്റ് തന്നെയായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും, പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊങ്ങി വരും ചെയ്യും. ഇതല്ലെങ്കിൽ ഒരുമിച്ച് വൈറ്റും യോക്കും ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഒന്നും കൂടെ ഹൈറ്റ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണത് കേട്ടോ. അത് നന്നായിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരു ഓരോന്നായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കണം. എന്നിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഈ യെല്ലോ കളറൊക്കെ മാറി നല്ല ഓഫ് വൈറ്റ് കളറാവുന്ന വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാനേ പാടുള്ളൂ, ഒരുപാട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. ഇത്രയും മതി. ഇനി ബ്ലേഡ് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്നുകിൽ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ഇളക്കരുത്, സ്ലോവിൽ തന്നെ നല്ല സ്ലോവിൽ ഇതുപോലെ കുറച്ച് പതുക്കെ ആയിട്ട് ഇളക്കണം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലും ബൂസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചൊഴിച്ച് കൊടുക്കുക. അങ്ങനെ പൊടിയും കുറച്ചിടുക, അതുപോലെ ഈ പാലിൻ്റെ മിക്സും കുറച്ചൊഴിക്കുക. അങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക.
നല്ല സ്പീഡിൽ ഒരിക്കലും ഇളക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പൊങ്ങി വന്നിട്ടുള്ള മുട്ട എല്ലാം തന്നെ താഴ്ന്നു പോവും. അപ്പോൾ കേക്ക് വിചാരിച്ച പോലെ സോഫ്റ്റ് ആവില്ല, അത്ര ഹൈറ്റിലിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പാലിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓവനാണെങ്കിൽ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് ഇടാൻ വയ്ക്കുക. അതല്ലെങ്കിൽ അടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാൻ വയ്ക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പം അങ്ങനെ അവസാനത്തെ ഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അവസാനമായിട്ട് 1/2 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പൊങ്ങി വന്നിട്ടുള്ള മുട്ട താന്നൊന്നും പോയിട്ടില്ല, ഇതേപോലെ തന്നെ കിട്ടണം. ഇനി ഞാനിവിടെ ഒരു സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ വരാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. ഇനി ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് അതിൽ എയർ ബബിൾസ് എല്ലാം തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കളയുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് എല്ലാം പൊട്ടിച്ച് കളയണം. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്താലാണ് അത് പോവുള്ളൂ. അപ്പോൾ ഇതാണ് ഞാനിന്ന് ബേക്ക് ചെയ്യുന്നത്. ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേടായിട്ടുള്ള പഴയൊരു തവ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിയിലൊരു റിങ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 35 to 40 മിനിറ്റ് വരെ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കേക്ക് ബേക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ തുറന്ന് നോക്കുക. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയപ്പോൾ എൻ്റെ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സ്മെല്ല് വന്നപ്പോൾ നോക്കിയതാണ്. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് പതുക്കെ എടുത്ത് മാറ്റുമ്പോൾ കൈ കൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളവും അതുപോലെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബോയിൽ ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യൽ സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് സോക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെ മൊത്തം 1 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഇനി ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഈ ബൂസ്റ്റിൻ്റെ സിറപ്പൊക്കെ വെച്ചിട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ജ്യൂസിയും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഇനി ഇതിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആൽമണ്ടിനും അതുപോലെ കാഷ്യൂ നട്ട്സിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് നട്ടി ബബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിച്ച് ആയിട്ട് തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഉള്ളിലിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. പുറമേക്കുള്ള ഡെക്കറേഷൻ ഞാൻ വേറെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ ബ്ലാക്ക് ചിപ്സും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ചിപ്സൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് ബ്ലാക്കും വൈറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടാറിയപ്പോൾ തന്നെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കമഴ്ത്തിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് തന്നെ അത് പോരും. ഇതിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കേക്കിന്. ബൂസ്റ്റിൻ്റെയൊക്കെ മിക്സ് കഴിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇനി ഒരു കേക്ക് ബേസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുക. അപ്പോൾ ഈ ക്രീമിൻ്റെ ഉള്ളിൽ ഞാൻ 1/2 പാക്കറ്റ് ബൂസ്റ്റും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കണു. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് നന്നായി തണുപ്പിച്ചതിന് ശേഷം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സിറപ്പ് ഫുള്ളായിട്ട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അത്യാവശ്യം മധുരവും അതുപോലെ നല്ല ടേസ്റ്റും സോഫ്റ്റും ആവുള്ളൂ. ഇനി വിപ്പിംഗ് ക്രീം മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും ബൂസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് ഇട്ടതിന് ശേഷം ഇനി ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഉണ്ടല്ലോ, ആൽമണ്ട്, കാഷ്യൂ, ചോക്കോ ചിപ്സ്, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഫില്ലിങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കണു. അതിൻ്റെ മുകളിൽ വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുക. അങ്ങനെ ഈ 3 ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 ലെയറിലും കൂടിയിട്ട് ഞാൻ 1 പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന കേക്കും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നന്നാക്കി തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ബാക്കിയുള്ള എല്ലാ നട്ട്സും ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാന ലെയറും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സെറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള എല്ലാ സിറപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് സിറപ്പ് എടുത്താൽ കറക്റ്റാണ് കേട്ടോ 1 കിലോ കേക്കിലേക്ക്. ഇനി കുറച്ച് ക്രീം മുകളിൽ കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. സൈഡിലും കുറച്ച് ക്രീം ആക്കിയിട്ട് ആ ക്രംസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ടിങ് കൊടുക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ക്രംസൊക്കെ ക്രീമുമായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടില്ല. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേക്കിനെ. പിന്നെ വീണ്ടും ബാക്കി ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. അത്യാവശ്യം കട്ടിയിൽ തന്നെ ക്രീം കൊടുക്കുക. ഇപ്പോൾ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു പാടാണ്. റൗണ്ട് കേക്ക് ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ക്രീം കൊടുത്ത് കുറച്ച് സമയം നിന്നിട്ട് തന്നെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്ക്രേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൊക്കെ ആയിട്ടുള്ളതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോർഡൊക്കെ എപ്പോഴും നല്ല ക്ലീനാക്കി തന്നെ ഡെലിവറി ചെയ്യണം കേട്ടോ. ഇപ്പോൾ കേക്ക് അത്യാവശ്യം ഫിനിഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ നട്ട്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ എടുത്തത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും നട്ട്സൊക്കെ ചോപ്പ് ചെയ്തെടുത്തു. ഇത് നമുക്ക് സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, 4 ഭാഗത്തും നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഈ നട്ട്സിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ നട്ട്സൊക്കെ ഇങ്ങോട്ട് വെച്ചതൊക്കെ താഴത്തേക്ക് പോരും. അപ്പോൾ ഒന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു അരമണിക്കൂറോളം കേക്കിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിലേക്ക് ബബിൾസ് വരച്ച് കൊടുക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പല ഷേപ്പിലായിട്ട് അവിടെ ഇവിടെയും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈക്വലായിട്ട് വേണ്ട കേട്ടോ, പല സൈസിലും കൊടുക്കുക. അപ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ കേക്കിന്.
അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ലോണം തണുത്തിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഗനാഷ് ഒഴിച്ചതൊക്കെ ഒലിച്ച് പോവും. അപ്പോൾ ഈ ബബിൾ ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കാരണം നന്നായി തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് പേരെഴുതാനായിട്ട് കുറച്ച് ഭാഗത്ത് ഇത് പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് വീണ്ടും ബബിൾസ് വരച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബബിൾസിൻ്റെ മുകളിലൊക്കെ ബൂസ്റ്റ് വീണാലും ഇപ്പോൾ നല്ല തെളിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മളുടെ ബബിൾസൊക്കെ നന്നായി പ്രൊജക്റ്റ് ചെയ്ത് തന്നെ നിൽക്കും. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇങ്ങനെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ആ മൂടിയൊന്ന് എടുത്ത് മാറ്റാം. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നോസിലിട്ടിട്ട് സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പേരെഴുതാനൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് കേക്കിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ബബിൾസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ വൈറ്റ് ഗണേശ വെച്ചിട്ട് ഒന്ന് ബബിൾസ് ഒന്നും കൂടെ തെളിയിച്ച് കാണിക്കണം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ട് അതിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ബബിൾസൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണാനുണ്ട് അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒരു ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ബോർഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗണേശ വെച്ചിട്ട് ആ ബബിൾസിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം എടുത്ത് കാണിക്കുക, ബബിൾസൊക്കെ എടുത്ത് കാണിക്കാനും കേക്കിന് നല്ലൊരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണിത് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചെറിയ 2 റോസ് ഫ്ലവറും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്, ഉള്ളിലൊക്കെ നിറച്ചും നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.